ഹായ്. അപ്പൊ ഇന്നൊരു ബർത്ത്ഡേ വ്ളോഗാണ് കേട്ടോ. ഞാൻ വിചാരിച്ചു വ്ളോഗൊന്നും എടുക്കണ്ട എന്നുള്ള വിചാരിച്ചിട്ടാണ് നിന്നിരുന്നത്. പക്ഷെ പിന്നെ വിചാരിച്ചു എല്ലാവരും ഞാൻ കവർ ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്പെഷ്യലായിട്ടുള്ള എൻ്റെ മോൻ്റെ പിറന്നാൾ വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് വ്ളോഗ് എടുക്കാണ്ടിരിക്കുക അല്ലേ. അപ്പം ഇന്ന് എൻ്റെ മോൻ്റെ 4 പിറന്നാളാണ് കേട്ടോ. എൻ്റെ ഹനയുടെ പിറന്നാളാണെന്ന്. അപ്പോൾ ഇന്നിവിടെ ഞാനും അവർ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ജീഷാൻ അത്യാവശ്യമായിട്ട് ഓഫീസിലൊരു ഇനോഗ്രേഷൻ്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പോയിക്കുകയാണ്. അപ്പോൾ ഇനോഗ്രേഷനൊക്കെ ആയതുകൊണ്ട് നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റാത്തൊരു കാര്യമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈവനിങ് ആകുമ്പോൾ വരും. അപ്പോൾ ഇന്നിപ്പോൾ ഞങ്ങൾ 3 പേരും മാത്രമുള്ളൊരു കുഞ്ഞി പിറന്നാളാഘോഷമാണ്. ചേട്ടൻ വരുമ്പോൾ ചിലപ്പോൾ കേക്കൊക്കെ കൊണ്ടുവരുമായിരിക്കും. പിന്നെ 1-ാം തീയതിയാണ് അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നത്. അപ്പോൾ അന്ന് മെയ് 1 മെയ് ദിനമായതുകൊണ്ട് നമ്മൾ എല്ലാവരും ഉണ്ടാവുന്ന ദിവസമായതുകൊണ്ട് അന്നും നമ്മൾ ചെറുതായിട്ട് ഇത്തിരി നോൺ വെജും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഗ്രാൻഡായിട്ട് ആഘോഷിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ എന്നിട്ട് പുള്ളിക്കാരനെ അമ്പലത്തിലൊക്കെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവൻ തന്നെ അമ്പലത്തിൽ പോവും, കടയിൽ പോവും, അങ്ങനെയൊക്കെ ചെയ്യൂട്ടോ. അങ്ങനെയുള്ള ഇത്തിരി ഹെൽപ്പിംഗ് ആയിട്ടുള്ള ഇത്തിരി മെച്ചോർഡായിട്ട് പെരുമാറുന്ന ഒരാളാണ് അവൻ. അപ്പോൾ അവൻ അമ്പലത്തിലൊക്കെ രാവിലെ എന്നിട്ട് കുളിച്ച് പോയി, തന്നെ പോയി വന്നു. ആച്ചു എണീറ്റിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ആച്ചു എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ കുളിക്കാനും അവനെ ഒരുക്കാനൊക്കെ നിൽക്കുമ്പോഴേക്കും അമ്പലം അടച്ചിട്ടുണ്ടാവും. പിന്നെ ഞാനും പോണില്ലല്ലോ. അപ്പോൾ പിന്നെ അവൻ തന്നെ പോയിട്ട് വന്നിട്ടുണ്ട് അമ്പലത്തിൽ. പിന്നെ ഒരു കുഞ്ഞ് സദ്യ അവന് വേണ്ടിയിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുക. ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു സാമ്പാറും ഒരു ഉപ്പേരിയും പപ്പടവും അങ്ങനെയുള്ളൊരു ചെറിയൊരു സദ്യ അവന് വേണ്ടിയിട്ട് ഒരുക്കാൻ പോവുകയാണ് ഞാൻ. പിന്നെ കേക്ക് ചിലപ്പോൾ വൈകുന്നേരം വരുമ്പോൾ കൊണ്ടുവരും. ബാക്കിയുള്ള പ്ലാനിങ് എന്താണെന്ന് ഇതുവരെ തീരുമാനമായിട്ടില്ല. അപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്ന് പിന്നെ എന്നാൽ പൂരിയായിരുന്നു, പൂരിയും ഗ്രീൻ പീസ് കറിയായിരുന്നു. അതൊക്കെ കഴിച്ച് ഇപ്പോൾ ചിത്രം വരയ്ക്കുകയാണ് ടി വി കണ്ടിട്ട്. ആൾക്ക് ഇത്തിരി ഇപ്പോൾ ഈ അടുത്തായിട്ട് ഭയങ്കരമായിട്ട് വരയാനോടുള്ളൊരു ക്രേസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അവിടെ ഇരുന്ന് വരയ്ക്കുന്നുണ്ട്. ഓൾറെഡി പിറന്നാളിന് നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാസം നമുക്ക് പിറന്നാളിൻ്റെ എന്താ പറയുക, കേക്ക് കടക്കാർക്ക് ഈ മാസം ഞങ്ങളെ കൊണ്ട് ലാഭമെന്ന് പറയാം. കാരണം ഈ മാസം അനേൻ്റെ പിറന്നാളുണ്ട്, എൻ്റെ പിറന്നാൾ വരുന്നുണ്ട്, പിന്നെ വെഡിങ് ആനിവേഴ്സറി വരുന്നുണ്ട്. അങ്ങനെ ഒക്കെ അടുപ്പിച്ച് വരുന്ന ഒരു സമയമാണ് കേട്ടോ. ഈ ഒരു മാസം ഭയങ്കര എന്താ പറയുക എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു മാസമാണ് ഞങ്ങൾക്ക്. മൊത്തത്തിൽ എന്താ പറയുക ഒരു ഇതോട്ടാണുള്ള ഒരു മാസമാണ് ഈ ഒരു എന്താ പറയുക ഏപ്രിൽ ആ ഒരു മെയ് സമയം എന്ന് പറയുമ്പോൾ. നമുക്കിവിടെ ഉത്സവം വരുന്നുണ്ട് അമ്പലത്തിൽ. അപ്പോൾ അതിൻ്റെതും പിന്നെ ഞങ്ങൾക്കൊരു നമ്മൾക്ക് വേണ്ടപ്പെട്ട ഒരു കല്യാണം വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് ഈ മാസത്തിൽ ബിസിയാണ് നമ്മൾ. പിന്നെന്താ പറയുക കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു മാസവും കാര്യങ്ങളൊക്കെയാണ്, ഓട്ടൊക്കെ ഉള്ളൊരു കാര്യമാണ് ഈ മാസം എന്ന് പറയുമ്പോൾ. അപ്പം ഇന്നിപ്പോൾ എൻ്റെ മോൻ്റെ പിറന്നാളാണ്. മറ്റേ ഡയലോഗ് പറയണ പോലെ എൻ്റെ മോൻ്റെ പിറന്നാളാണ് എല്ലാവരും വരുന്നത് എന്നുള്ള രീതിയിൽ ഇന്ന് അവൻ്റെ പിറന്നാളാണ്. അപ്പോൾ ചെറിയൊരു അതിൻ്റെ വ്ളോഗാണ്. ഞാനെല്ലാം വ്ളോഗ് എടുക്കണ കൂട്ടത്തിൽ എൻ്റെ മോൻ്റെ പിറന്നാൾ വരുമ്പോൾ ഞാൻ എങ്ങനെയാണ് വ്ളോഗ് എടുക്കാണ്ടിരിക്കുക അല്ലേ. അപ്പോൾ അതെല്ലാവരും കാണുക, എങ്ങനെയുണ്ടെന്നൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് കമൻ്റൊക്കെ ഇട്ട് പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ പിറന്നാളിനൊക്കെ ഗിഫ്റ്റ് ആദ്യം കിട്ടി ബോധിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ വിഷുവിന് ഡ്രസ്സ് ഓൾറെഡി വാങ്ങാൻ പോയപ്പോൾ തന്നെ അവന് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട് പിറന്നാളിടാനുള്ള. പിന്നെ അവന് ചിത്രപ്പൊക്കെ നന്നായിട്ട് വരയ്ക്കുന്നുണ്ട് കേട്ടോ. ആദ്യം അവൻ വരയ്ക്കും, പക്ഷെ ഇത്രയും സീരിയസ് ആയി എടുത്തിട്ട് വരച്ചു തുടങ്ങിയത് ഇപ്പോഴാണ്. ഈ ഒരു എക്സാം സമയത്താണ് അവന് ചിത്രം വര കൂടുതൽ തുടങ്ങിയത്. അപ്പോൾ അവന് അതിന് വേണ്ടിയിട്ട് ഒരു ബുക്ക് വേണമെന്ന് പറഞ്ഞിട്ട്, നമ്മൾ സാധാരണ ബുക്ക് പോലെയല്ല, നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബുക്കല്ലാത്ത എന്തോ ഒരു ബുക്ക്, അതിനൊന്നും എനിക്കറിയില്ല, നമ്മൾ ആമസോണിൽ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പേജ് ഓൾറെഡി എല്ലാം തീർന്നപ്പോൾ എനിക്ക് ഇങ്ങനത്തെ ബുക്ക് ഇനിയും വേണമെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ അച്ഛനത് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് 2-3 ദിവസമായിട്ടുണ്ട് വന്നിട്ട്. അപ്പോൾ അതിൽ പിറന്നാൾ ഗിഫ്റ്റ് പോലെ വാങ്ങിക്കൊടുത്ത് അതിലാൾ വര തുടങ്ങിയിട്ടുണ്ട് ഓൾറെഡി. ഞാൻ കാണിച്ചു തരാം. അത് ഇപ്പം എന്തോ വരയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക്. പിന്നെ നമുക്ക് കൈനീട്ടം കിട്ടിയിട്ടുണ്ടായിരുന്നു വീട്ടിൽ നിന്ന്. എൻ്റെ അമ്മ മറ്റേ GPay വഴി കൈനീട്ടം അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുന്ന് അച്ഛനമ്മയും കൈനീട്ടം കൊടുത്തു, ജിഷേട്ടൻ കൈനീട്ടം കൊടുത്തു. അപ്പോൾ ആ പൈസയൊക്കെ ചേർത്ത് വെച്ചിട്ട് ഒരു എമൗണ്ട് ഉണ്ടായപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങൾ ഈ പൈസ കൊണ്ട് നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത വാങ്ങി വേസ്റ്റ് ആക്കരുത്. നിങ്ങൾ ഷൂ വാങ്ങിക്കോ, 2 കൂടെ ഷൂ വാങ്ങിക്കോ. എന്തായാലും ഷൂ ആവശ്യമാണ്, കല്യാണമൊക്കെ വരുന്നുണ്ട് ഞങ്ങൾക്ക്. പിന്നെ പുതിയ ഷൂ വാങ്ങാനായിട്ടുണ്ട്. അപ്പോൾ ഷൂ വാങ്ങുക. പിന്നെ വീട്ടിലിരുന്ന ചെരുപ്പും വാങ്ങാനായിട്ടുണ്ട്. ഇനിയിപ്പോൾ മഴയല്ലേ വരണേ, അപ്പോൾ സാൻഡൽസൊക്കെ പുതിയത് വാങ്ങാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതും വാങ്ങിക്കോ. നമുക്ക് കിട്ടിയ പൈസ നമ്മൾ വേറെ രീതിയിൽ വേസ്റ്റാക്കി കളയരുത്, നമുക്ക് കാര്യമുള്ള കാര്യത്തിന് ഉപയോഗിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കയ്യോടെ ഞങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഞങ്ങൾ നാട്ടിൽ നിന്നാണ് വാങ്ങിയത് ഷൂ. അവിടെ തന്നെ വരുന്ന വഴിക്ക് തന്നെ ഷൂ ഒക്കെ വാങ്ങിയിട്ടാണ് വന്നത് 2 ആൾക്കും. പിന്നെ ചെരുപ്പ് അവിടെ തന്നെയാണ് വാങ്ങിയത്. നമ്മുടെ തൃശ്ശൂരിനേക്കാളും കുറച്ച് വില കുറവാണ് കേട്ടോ സാധനങ്ങൾക്ക്. നമ്മൾ മലപ്പുറത്ത് വെച്ച് നോക്കുമ്പോൾ നല്ല സാധനങ്ങൾ കിട്ടുകയും ചെയ്യും.
അത്യാവശ്യം കോസ്റ്റ് കുറവാണ്. ഒരേ ക്വാളിറ്റിയിലുള്ള സാധനം തന്നെ കോസ്റ്റ് കുറവാണ് കുറച്ചും കൂടെ അവിടെ നിന്ന് എനിക്ക് തോന്നിയിട്ടാണ്. പിന്നെ ഡ്രസ്സുകളാണെങ്കിലും അതെ, നമ്മളിങ്ങനെ ട്രാവൽ ഇങ്ങനെ വണ്ടിയിൽ കാറിലൊക്കെ പോകുമ്പോൾ ഓരോ കടേൻ്റെ ഫ്രണ്ടിൽ ഇട്ടിക്കണ ഡ്രസ്സുകൾ കാണുമ്പോൾ നമുക്ക് നല്ല കളക്ഷൻ തോന്നുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ഡ്രസ്സ് ഒന്ന് അവിടെ നിന്ന് വാങ്ങി നോക്കണമെന്നുണ്ട് എനിക്ക് നാട്ടിൽ നിന്ന് പോകുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അത് ഓൾറെഡി ചെരുപ്പ് ഷൂ ഒക്കെ വാങ്ങി പുതിയത്. പിന്നെ നമ്മൾ വിചാരിച്ചു എന്താ പറയുക, അവനൊരു മാർക്കർ വേണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരു ചിത്രം വരയ്ക്കുന്നതിനെ സംബന്ധിച്ചിട്ട് തന്നെ ഒരു മാർക്കർ വേണമെന്ന് പറഞ്ഞു. അപ്പം അത് ഇതുപോലെ തന്നെ വാങ്ങാനായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് 2 ദിവസം കഴിയുമ്പോൾ വരും. ഇപ്പം എന്തോ ആളങ്ങനെ ഇന്ന സാധനം വേണം എന്ന് പറയുന്ന ആളൊന്നല്ല, എനിക്ക് ഇന്നത് വേണം. പക്ഷെ ഈ ചിത്രം വരയോടുള്ള ക്രേസ് തുടങ്ങിയപ്പോൾ അവൻ തന്നെ ആമസോണും ഇതൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ നമ്മൾ ടി വിയിലൊക്കെ ഇങ്ങനെ ഓരോ ഷോർട്സ് ഒക്കെ കണ്ടിട്ടാണ് അവൻ വരയ്ക്കുന്നത്. അപ്പോൾ അത് കാണുന്ന സമയത്ത് ഇന്ന സാധനം വേണമല്ലോ എന്ന് ആലോചിച്ചിട്ട് വന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ അവന് വേണ്ടതാണ്, ആവശ്യമുള്ളതാണെന്ന് തോന്നുന്ന സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കൊടുക്കുക. അല്ലാത്ത ഞാൻ പറ്റില്ല സ്റ്റോക്ക് പറയാറുണ്ട് ഞങ്ങൾ. അപ്പോൾ അങ്ങനെ, അപ്പോൾ അത് രണ്ടൊക്കെ ആയിട്ട് ഗിഫ്റ്റൊക്കെ ഓൾറെഡി അവന് വാങ്ങിയിട്ടുണ്ട്. അതൊന്നും ഞാൻ വല്ലാണ്ട് കാണിച്ചിട്ട് ഓവറാക്കണില്ല. അങ്ങനെ ഗിഫ്റ്റിൻ്റെ കാര്യത്തിലൊക്കെ ഓൾറെഡി സെറ്റായിട്ട് പുള്ളിക്കാരെ ഇരിക്കണേ. ക്രയോണല്ല, ഒരു മാർക്കറാണെന്ന് പറഞ്ഞു, ഒരു ആൽക്കഹോൾ മാർക്കർ. അങ്ങനെ എന്തോ ചിത്രം വരയ്ക്കുന്നവർക്ക് അറിയുണ്ടാവും. എനിക്ക് പിന്നെ ചിത്രം വരയ്ക്കാൻ വലിയ കഴിവൊന്നുമില്ല. അപ്പോൾ അത് 2 ദിവസം കഴിയുമ്പോൾ വരും ആ സാധനം. പിന്നെ ഭയങ്കര സ്പീഡിലുള്ള ഒരു ഫുഡ് ഉണ്ടാക്കൽ പരിപാടിയായിരുന്നു കേട്ടോ. ഒരുപാട് വിഭവങ്ങളൊന്നും ഇല്ല, അവന് കഴിക്കുന്ന തോന്നുന്ന സാധനങ്ങളെ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. പയറുപ്പേരി, പിന്നെ കൂട്ടുകറി ഇഷ്ട, പിന്നെ പുളിഞ്ചി, അങ്ങനെ കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളെ ഉണ്ടാക്കിയുള്ളൂ. പിന്നെ നമ്മൾ പറമ്പിൽ പോവാണ് കേട്ടോ ഇല പറിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വ്ളോഗ് ഇത്തിരി ലേറ്റ് ആയിട്ടായിരിക്കും ഞാൻ പോസ്റ്റ് ചെയ്യുന്നുണ്ടാവുക. കാരണം പിന്നെ വൈകുന്നേരം ജീഷേട്ടൻ വന്ന സമയത്ത് കേക്കൊന്നും കൊണ്ടുവന്നില്ല, ഭയങ്കര ലേറ്റായി വരാനായിട്ട്. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ചു മെയ് 1 കേക്ക് കട്ടിങ് ഒക്കെ ചെയ്യാന്നുള്ള രീതിയിൽ മെയ് 1 വേണ്ടി വെയിറ്റ് ചെയ്തു കേട്ടോ. പിന്നെ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടൊരു ഇതിടാന്ന് വിചാരിച്ചിട്ട് ഒന്നിച്ചൊരു വീഡിയോ ആക്കി ഇടാന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്തു. പിന്നെ അതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് തിരക്കിലോ അങ്ങോട്ടായിപ്പോയി. അതാണ് ഉണ്ടായത്, കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ടേ. അപ്പോൾ ഇപ്പോഴാണ് ഞാൻ എൻ്റെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്, കുറച്ചൊന്ന് ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പറമ്പിൽ കണ്ടില്ലേ നിറയെ ചാമ്പയ്ക്ക ഉണ്ടായിട്ടുണ്ട് കേട്ടോ. എത്രയാ ചാമ്പയ്ക്കയെന്നറിയോ? ഇതൊരു പച്ച കളർ ചാമ്പയ്ക്കയാണ്. ഇത് മഴയൊക്കെ പെട്ടെന്ന് നമ്മൾ വേനലിൽ മഴ പെയ്യുന്ന സമയത്ത് ഇതിന് മധുരം പോവും കേട്ടോ. പക്ഷെ ഫസ്റ്റ് സമയത്ത് ഉണ്ടാവുന്ന ചാമ്പയ്ക്കൊക്കെ ഭയങ്കര മധുര. ഇതുപോലെ നിറയെ ഉണ്ടാവണുണ്ടേനും. പിന്നെ നമ്മൾ പൊട്ടിക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കഴിയുമ്പോൾ തോടുമ്പോഴേക്കും ഈ സാധനം താഴെ വീണു. അപ്പോൾ നമുക്ക് ഇതിലേതാ നമ്മളിപ്പോൾ പൊട്ടിച്ചത്, ഏതാ ഓൾറെഡി താഴെ വീണ് എടുക്കണതൊന്നും മനസ്സിലാവാതെയാവും കേട്ടോ. താഴെ വീണ് എടുക്കുന്നതൊന്നും ഞങ്ങൾ എടുക്കാറില്ല. എന്തെങ്കിലും കിളിയൊക്കെ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിലോ നല്ല പേടിച്ചിട്ട് അതൊന്നും എടുക്കാറില്ല. അപ്പോൾ ഇലയൊക്കെ ഞാൻ പറിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ആച്ചു വന്നിട്ടുണ്ട് എൻ്റെ കൂട്ട്. അപ്പോൾ പിന്നെ നമ്മൾ സദ്യയൊക്കെ വിളമ്പായി. ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. അവന് ഇഷ്ടമുള്ള കുറച്ച് കറികളൊക്കെ ആയിട്ട്. പിറന്നാളെന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് നാളെ പിറന്നാളെന്ന് പറയുമ്പോൾ നമ്മൾ സദ്യ കഴിക്കണമല്ലോ, നോൺ വെജ് ഒന്നും ഉണ്ടാക്കില്ല, സദ്യയാണ് മെയിനായിട്ട്. പിന്നെ എന്തെങ്കിലും ഒരു കുഞ്ഞി മധുരം കൂടെ ഉണ്ടാക്കും. അപ്പോൾ പെട്ടെന്ന് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് സാമ്പാറുണ്ട്, പയറുപ്പേരിയുണ്ട്, പപ്പടമുണ്ട്, പിന്നെ പുളിഞ്ചിയുണ്ട്, അച്ചാറുണ്ട്, കൂട്ടുകറിയുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ ചെറിയൊരു പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് നമ്മുടെ അരിയും പാലൊക്കെ വെച്ചിട്ടുള്ളൊരു ഗുരുവായൂർ അമ്പലത്തിൽ നിന്നൊക്കെ കിട്ടുന്ന പോലത്തെ പാൽപ്പായസം ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു പാൽപ്പായസം ഉണ്ടാക്കിയിട്ടോ. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ, 4 പേരെന്നേ എപ്പോഴും വരുള്ളൂ, ജീഷേട്ടല്ലേ, ഞങ്ങൾ 3 പേരും കൂടെ സദ്യ കഴിക്കായിരുന്നു. അവന് ഭയങ്കര ഇഷ്ടമായിട്ടോ. അവന് ഇഷ്ടമുള്ള കറികളാണ് ഇതൊക്കെ. പിന്നെ അവനൊരു കറിയും കൂടി ഇഷ്ടം, കാളൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ അതുണ്ടാക്കാനുള്ള ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല. നമുക്കിവിടെ തൊട്ടടുത്ത് കടയൊന്നും അങ്ങനെ അടുത്തില്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ചങ്ങോട്ട് നടക്കാനും ഉണ്ട്. അപ്പോൾ അത് വാങ്ങാൻ പോക്ക് ഈസി ഇല്ലാത്തതുകൊണ്ട് ഉള്ള ഐറ്റംസ് വെച്ചിട്ടുള്ളൊരു സദ്യയാണ് കേട്ടോ. പെട്ടെന്നാണ് ഈ ചേട്ടന് പോകാനുള്ളൊരു ആവശ്യം വന്നത്. അപ്പോൾ പിന്നെ നമ്മൾ കുട്ടി സദ്യ എന്ന് പറയില്ലേ, ആ സദ്യ ഉണ്ടാക്കിയിരിക്കണത്. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുള്ളും കഴിച്ചു കേട്ടോ. ഞാനും മനയും ഫുള്ളും കഴിച്ചു. ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരുപാട് വിഭവങ്ങളും ഒരുപാട് ആർഭാടമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫുള്ളും കഴിക്കാൻ പറ്റില്ല അല്ലേ. അത്യാവശ്യത്തിന് സാധനങ്ങൾ അത് നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങളായപ്പോൾ ഞാൻ അനയും വയറ് നിറയെ കഴിച്ചിട്ടുണ്ട്. ആച്ചു പിന്നെ പതിവ് പോലെ ബാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം ഒന്ന് റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ. ഞാൻ പിള്ളേരുടെ റൂമിൽ പോയി കിടന്നു. ഞങ്ങൾ കുറച്ച് നേരം കഥയൊക്കെ പറഞ്ഞ് റെസ്റ്റ് എടുത്തു. ഇനി ഇതിപ്പോൾ മെയ് 1 കേട്ടോ. അന്ന് ഞങ്ങൾ 4 പേരുണ്ട് വീട്ടിൽ. മെയ് 1 എന്ന് പറയുമ്പോൾ നമുക്ക് മുടക്കാണല്ലോ. അപ്പോൾ കോമൺ അവധിയുള്ള ദിവസമാണല്ലോ മെയ് ദിനാണല്ലോ. അപ്പം നമ്മൾ എല്ലാവരും വീട്ടിലുള്ളതുകൊണ്ട് നമുക്ക് അന്ന് കാര്യമായിട്ട് ആഘോഷിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ കേക്കൊക്കെ വാങ്ങിയിട്ടുണ്ട് ചേട്ടൻ, ചെറിയൊരു കേക്ക് വാങ്ങി.
അത് കട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. അവന് ഇപ്പോൾ ഇത്തിരി വലിയ കുട്ടിയായപ്പോൾ ഇതിനോടൊന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല കേട്ടോ. കേക്ക് മുറിക്കുക അങ്ങനെ ആർഭാടങ്ങളോടൊന്നും വലിയ താല്പര്യം കുറഞ്ഞു വരുന്ന പോലെ തോന്നിയിട്ടുണ്ട് അവന്. ഇത്തിരി എന്താ പറയുക, എന്തൊക്കെ ഒരു മാറ്റങ്ങൾ വരുന്നുണ്ട്. വലിയ കുട്ടിയാവുന്നതിൻ്റെ ആവാം. അപ്പോൾ അവൻ കേക്ക് കട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. പക്ഷെ നമുക്ക് എല്ലാ കൊല്ലം നമുക്ക് ആദ്യമായിട്ടുണ്ടായ നമ്മുടെ കുഞ്ഞുമണിയാണല്ലോ അവൻ. അപ്പോൾ അവൻ്റെ പിറന്നാൾ ആഘോഷിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറക്കമുണ്ടാവില്ല കേട്ടോ. നമ്മൾക്ക് അത്രയും നല്ലൊരു മോനെ ദൈവം തന്നതല്ലേ. അപ്പോൾ അവൻ കേക്ക് മുറിക്കുകയാണ്. അപ്പോൾ ആച്ചു ഉണ്ട് കൂട്ടത്തിൽ. ആച്ചുവിന് ചെറിയൊരു മടിയുണ്ട് അവൻ്റെ കൂടെ പോയി നിൽക്കാൻ. അവൻ്റെ പിറന്നാളല്ലേ എന്നുള്ള രീതിയിൽ അവൻ കട്ട് ചെയ്തോട്ടെ എന്നുള്ള രീതിയിലാണ് കേട്ടോ. പക്ഷേ ചേട്ടൻ കട്ട് ചെയ്തോട്ടെ എന്നുള്ള രീതിയിലാണ്. പക്ഷേ പിന്നെ അവനും പോയിട്ട് നിന്നു. അപ്പോൾ നമ്മൾ സാധാരണ ഇതുപോലെ ഫോട്ടോസൊക്കെ എല്ലാ ബർത്ത്ഡേക്കും കേക്ക് കട്ട് ചെയ്യുന്ന ഫോട്ടോസ് എടുത്തിട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. നമ്മൾ സ്റ്റാറ്റസ് ഇടാറുണ്ട്, സ്റ്റോറി ഇടാറുണ്ട്, എല്ലാം ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ ജിഷാൻ്റെ ഫോണിൽ എടുക്കുന്നുണ്ട്. ഞാനിങ്ങനെ വീഡിയോസും എടുക്കുന്നുണ്ട്. എനിക്ക് കഴിഞ്ഞ കൊല്ലമൊന്നും യൂട്യൂബ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്രാവശ്യം യൂട്യൂബ് ഉള്ളതുകൊണ്ട് എനിക്ക് ഇവൻ്റെ പിറന്നാൾ വീഡിയോ ഇടണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു. അങ്ങനെ എൻ്റെ മോനെ 1 വയസ്സും കൂടെ കൂടിയിരിക്കുകയാണ്, വലിയ കുട്ടിയായി വരികയാണ്. എനിക്ക് അതിൽ വലിയ എന്താ പറയുക, സന്തോഷമില്ല എന്നാൽ സങ്കടമില്ലാത്തൊരവസ്ഥയാണല്ലേ. നമ്മുടെ മക്കൾ വലുതാവുമ്പോൾ നമുക്ക് എന്താ പറയുക, ഇവരെന്തിനാ ഇത്ര പെട്ടെന്ന് വലുതാവണേ എന്നുള്ള സംഭവം തോന്നും. കാരണം അവരുടെ കുഞ്ഞിലെ ഉള്ള കളിയും ചിരിയൊക്കെ കണ്ട് കൊതി തീർന്നിട്ടില്ല അല്ലെങ്കിൽ കൊതി മാറിയിട്ടില്ല എന്നുള്ള രീതിയിൽ നിൽക്കുമ്പോൾ ഇവർ പെട്ടെന്നേ ഇങ്ങനെ വലുതായി പോവാണ്. ആച്ചുവിൻ്റെ കാര്യത്തിലാണെങ്കിലും അതെ, അവനിപ്പോൾ ഇനിയിപ്പോൾ 3ാം ക്ലാസ്സിലേക്കാണ് എന്നുള്ളത് എനിക്ക് എന്താ പറയുക, ആലോചിക്കുമ്പോൾ തന്നെ ഇവൻ 3-ലാവാനുള്ള പ്രായം ആയോ എന്നുള്ള ചിന്തയൊക്കെയാണ് കേട്ടോ. പിന്നെ നമുക്കിനി വേറൊരു കുഞ്ഞില്ല. അവർ രണ്ടുപേരും വലുതാവുമ്പോൾ നമുക്ക് കൊഞ്ചിക്കാനും കളിപ്പിക്കാനും അങ്ങനെയൊക്കെ നമുക്ക് വേറെ ആരും ഇനി ഇല്ലല്ലോ എന്നുള്ളൊരു ചെറിയ സങ്കടമുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ ഫുഡൊക്കെ പുറത്തുനിന്ന് വാങ്ങിയിട്ടോ. ഫുഡ് ഉണ്ടാക്കി ഇതാക്കാനൊന്നും നിന്നില്ല. നമ്മൾ കുറച്ച് ബിരിയാണിയും കുറച്ച് ഫ്രൈയും കാര്യങ്ങളൊക്കെ ആയിട്ട് പുറത്തുനിന്ന് വാങ്ങുക ചെയ്തത്. അന്നൊരു സമാധാനത്തിലുള്ള ദിവസമാക്കാമെന്ന് വിചാരിച്ചിട്ട് പുറത്തുനിന്ന് ഫുഡ് വാങ്ങി വരിക ചെയ്തത്. കേക്ക് വാങ്ങാൻ പോയപ്പോൾ തന്നെ ഫുഡൊക്കെ വാങ്ങിക്കൊണ്ടുവന്നു. അപ്പോൾ നമ്മൾ ദം ബിരിയാണിയാണ് കേട്ടോ വാങ്ങി. അമലേൻ്റെ അവിടെ ഒരു കടയിൽ നിന്ന് ദം ബിരിയാണി കിട്ടും. പിന്നെ കുറച്ച് കേക്കും, ഇത്രയും ഞാൻ എടുത്തുള്ളൂ. ഇത് രണ്ടും മതി എനിക്കും തോന്നി. കുറച്ച് ബിരിയാണിയും പിന്നെ കേക്കും എടുത്തു. അതാണ് എൻ്റെ ഫുഡായിരുന്നത്. അപ്പോൾ ഞാനൊരു കളർ ചെയ്യുന്ന സാധനത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ആർക്കെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഇതാണ് ആ കളർ ചെയ്യുന്ന ബുക്കും പിന്നെ ആ പെർമനൻറ്റ് മാർക്കറും. അപ്പോൾ ഇത് നല്ല സാധനമാണ് കേട്ടോ, വരയ്ക്കാറിയുന്ന കുട്ടികൾക്കൊക്കെ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമായോ?